ചരിത്രം എപ്പോഴും വിജയിക്കുന്നവൻ്റെതാണെന്ന് പറയാറുണ്ട്. എന്നാൽ ചരിത്രത്തിലെ ഓരോ യുദ്ധവും ബാക്കി വെക്കുന്നത് തോറ്റുപോയ മനുഷ്യരുടെ കണ്ണുനീരാണ്. അതിൽ ഏറ്റവും വില നൽകേണ്ടി വരുന്നത് രാഷ്ട്രീയം എന്തെന്നോ അധികാരം എന്തെന്നോ അറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം ചർച്ചയാകുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറാനിൽ ഒരുക്കിയ കബറിടങ്ങളും കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളും ബാനറുകളും ഏന്തി അവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഒത്തുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങളുടെ ചിത്രങ്ങളുമാണ്. അവർ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നടത്തുന്ന വൻ പ്രതിഷേധങ്ങളുമാണ്. തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയായിരുന്നു ഇറാനെതിരെയായിട്ടുള്ള ആദ്യ ആക്രമണം നടന്നത്. ആദ്യ ദിവസം തന്നെ 168 സ്കൂൾ വിദ്യാർത്ഥികളും 14 അധ്യാപകരും 4 രക്ഷിതാക്കളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ കുട്ടികളുടെ മൃതദേഹങ്ങളും അവരുടെ ബാഗുകളും പുസ്തകങ്ങളും മനുഷ്യത്വമുള്ള മനുഷ്യന്റെ ഉള്ളിൽ ചെറിയ വിങ്ങലൊന്നുമല്ല സൃഷ്ടിക്കുന്നത്. ആ മരവിപ്പിന് പിന്നാലെയാണ് ഇറാനിൽ ഒരുക്കിയ കൂട്ടക്കുഴിമാടങ്ങൾ ലോകത്തെ വീണ്ടും ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നത്. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് വരിവരിയായി ഒരുക്കിയ കബറിടങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളായ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടി ഗസയിലെ അൽഷിഫ ആശുപത്രിക്ക് സമീപം ഒരുക്കിയ കബറിടങ്ങളും ഇപ്പോൾ സമാനമായി ചർച്ചയാകുന്നുണ്ട്. ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ പുതിയ കണക്കു വിവരങ്ങൾ ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത് പ്രകാരം 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ ആക്രമണത്തിൽ 61,000-ന് മുകളിൽ ഗാസ നിവാസികൾ കൊല്ലപ്പെട്ടതായും അതിൽ തന്നെ പാൽമണം മാറാത്ത 214 നവജാത ശിശുക്കളടക്കം 17,500-ന് മുകളിൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഗാസ ഗവൺമെന്റ് അവകാശപ്പെടുന്നുണ്ട്. മറ്റെവിടെയും നടക്കാത്ത തരത്തിലുള്ള ഭീകരതയാണ് ഗസയിലെയും ഇറാനിലെയും കുട്ടികൾ അനുഭവിക്കുന്നതെന്ന് യുണിസെഫ് വക്താക്കൾ വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ഒരു രാജ്യത്തിന്റെ നേതാവിനെ തന്നെ കൊലപ്പെടുത്തിയവർ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിന് മുകളിൽ തന്നെ ബോംബിടുന്നത് അറിയാതെ സംഭവിച്ചതാവാമെന്ന് അറപ്പില്ലാതെ വാദിക്കുന്ന മനുഷ്യരുമുണ്ട്. ജനീവ കൺവെൻഷനും ഐക്യരാഷ്ട്രസഭയുടെ ബാലാവകാശ കരാറുകളും വെറും കടലാസ് തുണ്ടുകളായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഇതൊരു യുദ്ധമല്ല, മറിച്ച് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണോ എന്ന് ലോകരാജ്യങ്ങൾ ആശങ്കപ്പെടുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അധികാര വടംവലികൾക്കും ഇടയിൽ ഇരയാക്കപ്പെടുന്നത് പാപമെന്തെന്നറിയാത്ത കുഞ്ഞുങ്ങളാണ്. ഈ പിഞ്ചു ജീവനുകൾക്ക് വേണ്ടിയുള്ള മുറവിളികൾക്ക് ആരുത്തരം നൽകുമെന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.